മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം. ആഭ്യന്തരമന്ത്രിണിയാണ്, ആഡംബരമൊത്തിരി വേണേ, ആനപ്പാറയിൽ അച്ചമ്മയ്ക്കും കൊച്ചമ്മയ്ക്കും കാവൽ പട്ടാളം അമ്പൊമ്പൊമ്പൊമ്പൊമ്പൊമ്പൊമ്പൊ മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ടേ. നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരും എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാനിപ്പോൾ ഇവിടെ കണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ ഉന്നതിയിലൊക്കെ എന്നെപ്പോലൊക്കെ നിങ്ങൾ നാളെ രാഷ്ട്രീയ മേഖലകളിലും മറ്റുള്ള ഉന്നത മേഖലകളിലൊക്കെ നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ കരുതുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അവരെ ചേർത്ത് പിടിക്കുവാനും ഒക്കെയുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങളിൽ ഓരോരുത്തരിലുമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി. പ്രിയമുള്ളവരെ, നിങ്ങളുടെ എവരുടെയും അനുവാദത്തോടും ആശീർവാദത്തോടും കൂടി ജെയിൻ ജോയുടെ ഈ സ്നേഹോപകാരം മിസ്റ്റർ സായിക്ക് ഞാൻ കൈമാറുകയാണ്. ഇതുകൊണ്ട് ഒരു നല്ല ഒരു ജീവിതം അദ്ദേഹം ഉണ്ടാക്കുവാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ജീവനോപാധി അവർക്ക് ഒരു മുതൽക്കൂട്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സ്നേഹോപകാരം ശോഭയ്ക്ക് കൈമാറുന്നു. ജീവനോപാധി എന്ന പരിപാടിയിൽ അധ്യക്ഷനായിട്ടുള്ള പ്രിയപ്പെട്ട നിങ്ങളുടെ പ്രിൻസിപ്പൽ മിസ് റേബി, അതേപോലെ ഈ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് മിസ്റ്റർ സജി, എൻ്റെ പ്രിയ അനുജനും സുഹൃത്തുമായിട്ടുള്ള ശ്രീ ജെയിൻ ജോയ്, മറ്റ് ആദരണീയരായിട്ടുള്ള അധ്യാപകരുണ്ട്, അധ്യാപക അനധ്യാപക വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനായിട്ട്. കാരണം എത്രയോ വർഷം മുമ്പ്, 40-45 വർഷം മുമ്പ് ഇതുപോലെ ഞാനും ഒരു വിദ്യാർത്ഥിയായിരുന്നു. അങ്ങനെ ഉള്ള ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ആ സമയത്തുണ്ടാക്കുന്ന ബന്ധങ്ങളും അതൊക്കെയാണ് എന്നും നിലനിൽക്കുന്നത്. ഇപ്പം ഞാനിവിടെ വന്നിപ്പം നോക്കുമ്പോൾ ഇവിടെ ചിരിക്കുന്ന മുഖങ്ങൾ ഒരു 8-10 പേരുടെ നമ്മൾ കാണുന്നുള്ളൂ. ബാക്കി എല്ലാവരും രാവിലെ ടീച്ചർ കണ്ട് വഴക്ക് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് വിട്ട പോലെയുണ്ട്. ആണോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതോ ഇനി ഞാൻ വന്നതിൻ്റെ പ്രശ്നമാണ്? എല്ലാവരും ഇങ്ങനെ വീർത്ത് കെട്ടിയിരിക്കുന്ന ഒന്ന് ചിരിച്ചേ എല്ലാവരും. അതുപോലെ അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നേരത്തെ പ്രിയപ്പെട്ട മിസ്റ്റർ സജി പറഞ്ഞ പോലെ നമ്മൾ പഠിക്കുമ്പം നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെയും അതേപോലെ നമ്മുടെ സമൂഹത്തെയും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. ആ ശ്രദ്ധയിലൂടെ വേണം നമ്മൾ നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്. ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആർക്കും ആരോടും പ്രത്യേകിച്ച് സ്നേഹം ഒന്നും ഇല്ല. മാതാപിതാക്കളോട് കുട്ടികൾക്ക് സ്നേഹമില്ല, അധ്യാപകരോട് സ്നേഹമില്ല, പ്രായമുള്ളവരോട് സ്നേഹമില്ല, സമൂഹത്തോട് സ്നേഹമില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ അച്ചടക്കം. സാധാരണ ഏതൊക്കെ സ്കൂളിൽ ചെന്നാലും, ഒരുപാട് സ്കൂളല്ല കോളേജുകളിൽ ഞാൻ പോയിട്ടുണ്ട്, തിക്താനുഭവങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ പറഞ്ഞ പോലെ ഭയങ്കര ബഹളവും അട്ടഹാസവും അതിലെ ഓടി ഇതിലെ ഓടിയൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. പക്ഷെ ഇവിടെ നല്ല ഒരു അന്തരീക്ഷം. നിങ്ങളെല്ലാവരും വളരെ എന്താ പറയുക, 5ാം ക്ലാസ്സിലൊക്കെ സാറുമാർ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേരെ ഇരുത്തിയിരിക്കുന്ന പോലെ
വളരെ അച്ചടക്കത്തോടെ ഇരിക്കുന്നു. ഇത് വേണം. കാരണം വേറൊന്നുമല്ല, ഇന്നത്തെ ലോകം വഴിപിഴച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ്. അപ്പോൾ അച്ഛനെയോ അമ്മയോ അധ്യാപകരെയോ ഒക്കെ മാനിക്കുന്ന നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരും എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാനിപ്പോൾ ഇവിടെ കണ്ടത്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഭാവി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു ഉത്തരവാദിത്വം എപ്പോഴും നിങ്ങൾ പുലർത്താനായിട്ട് ശ്രമിക്കണം. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് ഇന്ന് ഈ ഒരു നിമിഷത്തിൽ നിങ്ങളോടൊപ്പം ആയിത്തീരുന്നത്. കാരണം കഴിഞ്ഞ +1 പ്രവേശനോത്സവത്തിന് ഇവിടെ ഏറ്റവും പ്രിയപ്പെട്ട എബി സാറ്, മുൻ DGP അലക്സാണ്ടർ ജേക്കബ് സാറ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആ ചടങ്ങിൽ എന്നെ കൂടി ക്ഷണിച്ചു. അന്നാണ് ഇവിടെ കടന്നു വരുവാൻ സാധിച്ചത്. ഇവിടുന്ന് 2008 ഇവിടെ നിന്ന് പോയതിന് ശേഷം ഇടയ്ക്ക് 1-2 തവണ വന്നിട്ടുണ്ടെങ്കിലും ഒരു ചടങ്ങിൽ, കാരണം പണ്ടൊക്കെ ഇവിടുത്തെ വേദിയിലൊക്കെ കയറി നിൽക്കുവാൻ ആഗ്രഹിച്ചിരുന്നിട്ടുണ്ടെങ്കിലും അതൊന്നും സാധിച്ചിട്ടില്ല. പക്ഷേ ഒരു ജനപ്രതിനിധിയായിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരുപാട് വേദികളിൽ കയറുവാനും ഒക്കെയുള്ള ഭാഗ്യം ലഭിച്ചത്. അങ്ങനെ ഞാൻ പഠിച്ച വിദ്യാലയത്തിൽ തന്നെ എന്നെ ഇങ്ങനൊരു ചടങ്ങിൽ വിളിച്ചപ്പോൾ ഞാൻ അന്ന് തന്നെ പറയുകയുണ്ടായി, ഞാൻ പട്ടാഴി ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള ഏകദേശം 10 സ്കൂളുകളിലും അന്നേ ദിവസം തന്നെ ഈ പരിപാടികളൊക്കെ ഉള്ളപ്പോൾ പോലും അതെല്ലാം ഉപേക്ഷിച്ച് തന്നെയാണ് ഞാനിവിടെ വന്നത്. കാരണം എൻ്റെ മാതൃവിദ്യാലയത്തിൽ എനിക്ക് കിട്ടിയ ഒരു അവസരമായിരുന്നു അത്. അപ്പോൾ ആ ഒരു രീതിയിൽ അന്ന് വളരെയധികം സന്തോഷമുണ്ട്. കാരണം എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ അന്നെൻ്റെ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യം തന്നെയാണെന്ന് അന്ന് എന്നോട് പറയുകയുണ്ടായി. കാരണം അത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു അംഗീകാരം തന്നെയായിരുന്നു അന്ന് ഏറ്റവും പ്രിയപ്പെട്ട അലക്സാണ്ടർ സാറിനോടൊപ്പം ആ വേദി പങ്കിടുവാൻ കിട്ടിയതിൽ. അപ്പോൾ അങ്ങനെ ഈ ഒരു വിദ്യാലയത്തിലേക്ക് അന്ന് കടന്നു വന്നപ്പോൾ അന്ന് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എബി സാറാണ് എന്നോട് പറഞ്ഞത്, ജെയിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ കാണാറുണ്ട്, ജെയിൻ്റെ വാർഡിലും പഞ്ചായത്തിലും ഒക്കെ കുറേ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് കാണുന്നുണ്ട്. അപ്പം അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ഇവിടുത്തെ NSSൻ്റെയും സ്കൗട്ടിൻ്റെയും കുഞ്ഞുങ്ങൾക്ക് കൂടി എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം എന്ന് അന്ന് എബി സാർ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ ഈ വേദിയിൽ വെച്ച് അന്ന് ഞാൻ NSSൻ്റെ പ്രവർത്തനങ്ങൾ അന്ന് കൂടുതൽ വിലയിരുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു, ഇവിടെ NSSൻ്റെ ആഭിമുഖ്യത്തിൽ ഞാനൊരു തയ്യൽ മിഷൻ നൽകാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാനിത് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ കൂടിയായ സൂസൻ ടീച്ചർ എന്നെ പിടികൂടി. ടീച്ചർ പറഞ്ഞു, NSS മാത്രമല്ല സ്കൗട്ടും ഉണ്ട്, ഞാനാണ് അതിൻ്റെ ചുമതല വഹിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല ടീച്ചറെ, അതിനും വേണ്ടി ഒരു ക്രമീകരണം ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞു. കുറച്ച് വൈകിപ്പോയി, കാരണം പല തിരക്കുകൾ. മലയാള സംഗീത ലോകത്ത് എന്നെ കൈപിടിച്ച് ഞാൻ ഒരുപാട് ആൽബങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് പ്രചോദനമായത് തന്നെ ഈ വിദ്യാലയത്തിൻ്റെ പല കാര്യങ്ങൾ. കാരണം അന്നത്തെ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പങ്കെടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഞാൻ പക്ഷേ സ്റ്റേജിൽ കയറിയിട്ടില്ലെന്ന് വരെ. ആ സാഹചര്യങ്ങളൊന്നും ഒരു പരിപാടിയിൽ പോലും പങ്കെടുത്തില്ല. വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ സംഗീത മേഖലയിൽ ആൽബം ഒക്കെ ആയിട്ട് ഇറങ്ങിത്തിരിച്ചത്. 2008 ഇറങ്ങിത്തിരിക്കുന്നത്. അങ്ങനെ എൻ്റെ പാട്ടുകളും ഒക്കെ പാടി അന്ന് മുതൽ ഇന്ന് വരെ എന്നെ ഒരു അനിയനെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും, കാരണം ചേട്ടനെ ഞാനിങ്ങനെ ആഴ്ചയൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ വിളിക്കും, കാര്യങ്ങളൊക്കെ പറയും. അപ്പം അന്നൊക്കെ തന്നെ ഞാൻ എൻ്റെ ഇലക്ഷൻ സമയത്ത് പോലും എനിക്ക് അഭിമാനത്തോട് പറയാം, കാരണം എന്നെ ജയിപ്പിക്കണമെന്നും പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തു തന്നത് ആദ്യം മാർക്കോസ് ചേട്ടനാണ്. ജയിനെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എല്ലാ രീതിയിലും എൻ്റെ രാഷ്ട്രീയ മേഖലയിലായാലും എൻ്റെ സംഗീത മേഖലയിലായാലും ഒക്കെ എന്നെ കൈപിടിച്ച് ഉയർത്തുന്ന ഒരു സഹോദരൻ തന്നെയാണ് KG മാർക്കോസ് ചേട്ടൻ. അങ്ങനെ ചേട്ടൻ ഇന്നിവിടെ കടന്നു വന്നപ്പോൾ തന്നെ അതിയായ സന്തോഷമുണ്ട്. ഒരുപാട് നന്ദി ഞാൻ ഈ ഒരു വേളയിൽ അറിയിക്കുകയാണ്. അത് മാത്രമല്ല, എനിക്ക് ഈ സ്കൂളിനോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ആ ഒരു അറ്റാച്ച്മെൻറ്റിൽ തന്നെയാണ് ഞാനൊരു പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയത്. കാരണം ഇവിടെ നേരത്തെ നമ്മുടെ സജീവ് സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങളൊക്കെ ഈ ജനപ്രതിനിധിയായിരിക്കുമ്പം ഒരുപാട് പേരുടെ കണ്ണുനീരൊക്കെ കാണുവാൻ ഇടയായി. കഴിഞ്ഞ 5 വർഷക്കാലം ഒരു ജനപ്രതിനിധിയായിട്ട് രാവും പകലും കിടന്നൊക്കെയാണ് ഞങ്ങളൊക്കെ കിടന്ന് ഓടുന്നത്. അപ്പം നിങ്ങളൊക്കെ വിചാരിക്കും ഒരു പഞ്ചായത്ത് മെമ്പർ ആയി കഴിഞ്ഞാൽ വലിയ പണിയൊന്നുമില്ല എന്ന് വിചാരിക്കും. കാരണം ഈ 30ാമത്തെ വയസ്സിലാണ് ഞാൻ പഞ്ചായത്ത് മെമ്പറായ. സജീവ് സാറൊക്കെ ഒരുപാട് രാഷ്ട്രീയത്തിലൊക്കെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിത്വമാണ്. വളരെ അവിചാരിതമായി തന്നെയാണ് ഞാനൊരു ഇലക്ഷനെ നേരിട്ടതും വിജയിച്ചതും ഒക്കെ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞാനൊരു മേഖലയിലേക്ക് വന്നപ്പം ഒരുപാട് പേരുടെ വേദനകൾ കാണുവാനിടയായി. അതാണ് എനിക്കൊരു പ്രചോദനമായത്, മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ളൊരു രീതിയിൽ. കാരണം നമുക്ക് തന്നെ അറിയാം. അപ്പോൾ എനിക്ക് അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ പടി ഇറങ്ങുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം എൻ്റെ വാർഡിൽ
കുടിലുകൾ ഉണ്ടായിരുന്നു. ആ കുടിലുകളൊക്കെ വീടുകളാക്കി മാറ്റിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പം ലൈഫ് മിഷൻ്റെ വീടുകളൊക്കെ ഉണ്ടെങ്കിലും അത് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് ജനപ്രതിനിധികൾക്കും മറ്റുള്ളവർക്കും അറിയാം. മറ്റുള്ളവർ വിചാരിക്കും ലൈഫ് മിഷനിൽ ഒരു വീടിന് അപേക്ഷ കൊടുത്ത ഉടനെ വീട് കിട്ടുന്നു. അങ്ങനല്ല. അപ്പോൾ ഒരുപാടുണ്ട്. എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഈ ഒരു വേദിയിൽ ഞാൻ പറയുന്നത് ഡോക്ടർ MS സുനിൽ എന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ട്. ആ ടീച്ചറാണ് എൻ്റെ വാർഡിൽ തന്നെ 3 വീടുകൾ എനിക്ക് വെച്ച് തന്നത്. ഞാൻ ഈ ടീച്ചറോട് ഈ വീടിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ ടീച്ചർ എനിക്ക് വീടുകൾ വെച്ച് തന്നു. മാർക്കോസ് ചേട്ടനെ അറിയാം. കാരണം മാർക്കോസ് ചേട്ടനെയും ഈ ടീച്ചറെയും കൂടെ 2018 ഞാൻ കൊട്ടാരക്കര പുള്ളൂർ ഭദ്രാസനത്തിൻ്റെ ഓർത്തഡോക്സ് സഭയുടെ ബാലസമാജത്തിൻ്റെ ട്രഷറർ ആയിരിക്കുന്ന സമയത്ത് കിഴക്കേ തെരുവിൽ 2 പേരെയും കൂടെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു. അപ്പം അന്ന് തന്നെ ഈ ചേട്ടനെ നന്നായിട്ട് ടീച്ചറെ അറിയാം. അങ്ങനെ ഒരുപാട് പേരുടെ സഹായത്തോടു കൂടി തന്നെ എൻ്റെ വാർഡിൽ പല വികസന കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കും. കഴിഞ്ഞ ആഴ്ച ആ സഹോദരിക്ക് ഒരു പെട്ടിക്കടയും അത് അനുബന്ധമായ കുറേ സാധനങ്ങളുമൊക്കെ ഏകദേശം 10,000 രൂപയുടെ സാധനങ്ങളുമൊക്കെ അത് അന്ന് ഒരു പെട്ടിക്കട സാധാരണ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും സാധാരണ ഒരു ചെറിയൊരു ഇവിടുത്തെ കൊട്ടാരക്കരയിലെ ക്ലാസിക് മൊബൈൽസിലെ ജോൺസ്റ്റാനാണ് എനിക്ക് ആ പെട്ടിക്കട പണിഞ്ഞു തന്നത്. അപ്പോൾ അവർ 10,000-35,000 രൂപ വിലയുള്ള ഒരു പെട്ടിക്കട പണിഞ്ഞു തന്നു. അപ്പോൾ അവിടത്തേക്ക് ഒരു 10,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ച് ഞാൻ അവിടെ കൊടുത്ത് ഞാൻ പറഞ്ഞു ഈ സഹോദരിക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ തുക മുഴുവൻ അവർക്ക് വേണ്ടി ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോന്നു. അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേന്ന് ഞാൻ ആ കടയിൽ വൈകിട്ട് ചെല്ലുമ്പോൾ ഏകദേശം ഈ 8,000 രൂപ അടുപ്പിച്ച് അവിടെ ഒരു കച്ചവടം നടന്നു. 10,000 രൂപയുടെ സാധനം മേടിച്ചു കൊടുത്തില്ല, 8,000 രൂപയുടെ കച്ചവടം അവിടെ നടത്തി. ചെറിയൊരു കടയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഈ പൈസ കൊടുത്ത് വീണ്ടും സാധനങ്ങൾ വാങ്ങിച്ച് ഈ പറഞ്ഞ പോലെ കട വിപുലപ്പെടുത്തി ഈ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അത് തുടർന്നു പോകും. ഞാൻ ഇപ്പോഴേ ഇത് പറഞ്ഞു വന്നതിൻ്റെ കാരണം ഇന്നിവിടെ ഞാൻ ഈ ഒരു കാര്യം ചെയ്തത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്കൊരു പ്രചോദനമാകാൻ വേണ്ടി മാത്രമാണ്. കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ ഉന്നതിയിലൊക്കെ എന്നെപ്പോലൊക്കെ നിങ്ങൾ നാളെ രാഷ്ട്രീയ മേഖലകളിലും മറ്റുള്ള ഉന്നത മേഖലകളിലൊക്കെ നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ കരുതുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അവരെ ചേർത്ത് പിടിക്കുവാനും ഒക്കെയുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങളിൽ ഓരോരുത്തരിലുമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി നമ്മളുടെ ഈ സ്കൂളുകൾ മുഖേന അല്ലെങ്കിൽ നമ്മളുടെ സമൂഹം മുഴുവനെയൊക്കെ നമ്മളത് ചെയ്യണം. കാരണം അത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ബാക്കിയായിട്ടുള്ളത്. ബാക്കി എന്തൊക്കെ നേടിയാലും നമ്മളെല്ലാ സൗഭാഗ്യങ്ങളും നേടിയാലും മറ്റുള്ളവരെ സഹായിച്ചില്ല അല്ലെങ്കിൽ അവരെ കരുതിയില്ല, അവരുടെ കണ്ണുനീര് കണ്ടിട്ട് നമ്മൾ തിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതൊരു വേദനയായി എന്നും ഒരു മുറിവ് തന്നെ ഉണ്ടാകും എന്ന് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങൾ ഉടനെ തന്നെ ഇതൊന്നും മേടിക്കാനെന്നല്ല. നിങ്ങൾ ഇവിടുന്ന് +2 കഴിഞ്ഞിട്ട് പോകും, ഡിഗ്രി തലത്തിലും മറ്റുള്ള ഉന്നത പഠനങ്ങളൊക്കെ പോയി നിങ്ങൾക്ക് ജോലി കിട്ടുമ്പോൾ നമ്മുടെ ഈ സ്കൂള് മുഖേന ഇതുപോലെ തന്നെ ഒരുപാട് പേരെ ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കണം എന്ന് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയുവാനുള്ളതാണ്. കാരണം ഒരുപാട് അശരണരായ ആളുകൾ നമ്മുടെ സമൂഹത്തിന് ചുറ്റിലുമുണ്ട്. അവരെ നമ്മൾ ഓരോരുത്തരും നമ്മൾ ഇപ്പം നിങ്ങൾ വലിയ 10,000-10,000 ഒന്നും കൊടുക്കാനല്ല, ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരാൾക്കൊരു പൊതിച്ചോറ് വാങ്ങിച്ചു കൊടുത്താലും മതി. ആ രീതിയിലെങ്കിലും നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം. കാരണം ഇത് ഏറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, ചിലർ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞു വന്നതല്ല, നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ ഷോക്കേസിൽ വെക്കരുത് എന്നെനിക്ക് പറയാം. കാരണം ഇതുകൊണ്ട് ഉപജീവന മാർഗം നമ്മൾ തേടിയെത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചിലരുണ്ട് നമുക്ക് ഈ ഇങ്ങനെയൊക്കെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടുമ്പോൾ അതൊരു വലിയ കാര്യങ്ങളൊന്നുമല്ല, ഇങ്ങനെ ഒരു കിട്ടി അവിടെ ഇരിക്കട്ടെ. കാരണം നേരെ തിരിച്ച് അവരത് പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ അത് ഉപയോഗപ്പെടുത്തും. അപ്പോൾ ആ രീതിയിലല്ല, ഇതുകൊണ്ട് ആ മേടിക്കുന്ന സഹോദരങ്ങൾക്ക് വളരെ നല്ല പ്രയോജനം ഉണ്ടാവണം. അതുകൊണ്ട് അവരുടെ ഒരു ജീവിതത്തിൽ ഒരു ഉപജീവന മാർഗമായിട്ട് നമ്മളിതിനെ ജീവനോപാധി എന്ന ഒരു പദ്ധതിയാണ് പ്രിയപ്പെട്ട മാർക്കോസ് ചേട്ടൻ ഇവിടെ ഇന്ന് തുടക്കം കുറിച്ചത്. ഈ തുടക്കം ഇവിടെ ഒടുക്കമാകരുത്. കാരണം NSSനോടും അതുപോലെ തന്നെ സ്കൗട്ട് ഗൈഡിനോടും പറയുവാനുള്ളത്, കാരണം കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ ഒരു ജനപ്രതിയായിരുന്നപ്പോൾ എൻ്റെ പഞ്ചായത്തിലെയും ഒക്കെ NSSൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാൻ സാധിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം അതുകൊണ്ട് അവരൊരുപാട് കാര്യങ്ങൾ നല്ല വ്യക്തികളായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുന്നത് ഇതുപോലുള്ള നമ്മുടെ NSSലും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് സാധിക്കുന്നതാണ്. ആ രീതിയിൽ നിങ്ങൾ നല്ല രീതിയിൽ നല്ല കുഞ്ഞുങ്ങളായി നല്ല സമൂഹത്തിന് മാതൃകയുള്ളവരായി വളർന്നു വരണമെന്ന് മാത്രമാണ് എനിക്ക് ഇത്തരണത്തിൽ അറിയിക്കുവാനുള്ളത്. പിന്നെ എന്നെ ക്ഷണിച്ച നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എബിസാറിനും
എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത എൻ്റെ ഗുരുനാഥനും അതുപോലെ തന്നെ ഇവിടുത്തെ ഗുരുനാഥന്മാരുമുണ്ട്. പുതിയ കുറച്ച് ടീച്ചർമാരെ മാത്രമേ ഉള്ളൂ എനിക്കറിയാത്തത്. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ ഞാൻ പറഞ്ഞു, ഇപ്പം ഇവിടെ മാർക്കോസ് ചേട്ടൻ പറഞ്ഞതോട് വളരെ സൈലൻ്റായ ഒരു കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഇരിക്കുന്നു. അപ്പം അതിന് തീർച്ചയായിട്ടും വളരെ നല്ല മികച്ച ഒരു അധ്യാപകരാണ് ഇന്ന് സെൻറ്റ് ഗ്രിഗോറിയോസ് സ്കൂളിലുള്ള എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനം തന്നെയാണ്. കാരണം ഒട്ടനവധി വേദികളിൽ സ്കൂളുകളിലെ പരിപാടികൾക്കൊക്കെ ചെല്ലുമ്പം സത്യം പറഞ്ഞാൽ ഞാൻ സ്കൂളുകളൊന്നും പറയുന്നില്ല, അവിടെ ചെല്ലുമ്പോൾ ഇതേപോലെ സംസാരിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. കാര്യം അവിടെ അവർ കിടന്ന് അവരുടേതായ ഒരു ലോകത്തിലേക്ക് അവരുടെ കാര്യങ്ങൾ സംസാരിച്ചും അവിടെ ബഹളങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് സാധാരണ ഞാൻ ഇത്രയെങ്കിലും ദീർഘിപ്പിച്ച ഒരു പ്രസംഗം എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ. കാരണം മറ്റൊരിടത്ത് ഞാൻ അവിടെ പറയാം എല്ലാവരും എന്ന പേര് പറഞ്ഞിട്ട് ഈ യോഗത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു എന്നും പറഞ്ഞാണ് ഞാൻ ഉൾപ്പെടെ പോകാറുള്ളത്. അപ്പോൾ അതുപോലെ മികച്ച രീതിയിലുള്ള ഒരു പഠന രീതിയും എല്ലാ രീതിയിലും ഒരുപാട് മികച്ച ആളുകളെ വാർത്തെടുത്ത ഒരു സ്കൂളാണ് പരിശുദ്ധനായ പെരുവല തിരുമേനിയുടെ നാമധേയത്തിലുള്ള ഈ സെൻറ്റ് ഗ്രിഗോറിയോസ് സ്കൂള്. അപ്പോൾ ആ രീതിയിൽ ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് പോകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധമായ പ്രവർത്തനങ്ങൾക്കും NSSൻ്റെയും സ്കൗട്ടിൻ്റെയും അതിന് നേതൃത്വം നൽകുന്ന ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരുടെയും ഒക്കെ എനിക്ക് തോന്നുന്നു, എനിക്ക് കൂടെ എല്ലാ ദിവസവും സൂസൻ ടീച്ചറിൻ്റെ ഫോൺ വരും, ഇതുപോലെ എന്തായി ചെയ്യണേ എന്ന്. അപ്പോൾ ആ ഒരു കാര്യത്തിലുള്ള നിറവേറ്റ് ഞാൻ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് ഏതൊരാവശ്യത്തിനും എന്നാൽ കഴിയാവുന്ന സഹായങ്ങൾ എപ്പോഴും ഈ സ്കൂളിനോടൊപ്പവും ഈ സ്കൂളിൻ്റെ അധ്യാപകരോടൊപ്പവും നിങ്ങളോടൊപ്പവും ഉണ്ടാവുമെന്ന് മാത്രം ഇത്തരണത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. കേരളത്തിലെ പ്രശസ്ത പിന്നണി ഗായകൻ കൂടിയായ KG മാർക്കോസ് സാറോടൊപ്പം ഇന്ന് ഇവിടെ 2 കുടുംബങ്ങൾക്ക് അവരുടെ ജീവനോപാധിയുമായി ബന്ധപ്പെട്ട് അത്തരം ഒരു നാമകരണത്തിലൂടെ 2 തയ്യൽ മെഷീൻ നൽകിക്കൊണ്ടാണ് ശ്രീ ജെയിൻ ജോയിയുടെ നേതൃത്വത്തിൽ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് സ്കൂളിൻ്റെ മുഴുവനായുള്ളതായ പ്രവർത്തനങ്ങളിൽ ഇന്ന് ഈ വേദി ഒരുങ്ങിയിരിക്കുന്നത്. എല്ലാ മാസവും സെൻറ്റ് ഗ്രിഗോറിയോസ് ഹയർ സെക്കൻഡറി സ്കൂൾ വ്യത്യസ്തമായ പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഏറെ കൈത്താങ്ങുമായാണ് നിലകൊള്ളുന്നത്. കഴിഞ്ഞ ഓണസമയത്ത് നമുക്ക് ഇവിടെ ഓട്ടോ തൊഴിലാളികൾക്ക് നമ്മുടെ ഇവിടെ വരുന്ന ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അവർക്ക് ഓണപ്പുടവ നൽകി ഭക്ഷണം നൽകിയാണ് ഇവരെ ഇവിടുന്ന് പറഞ്ഞയച്ചത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠനത്തിനുപരിയായി പാഠ്യേതരമായി നമ്മൾ സമയോചിതമായി നമ്മുടെ സ്ഥാപനം നമ്മുടെ സഹവർത്തിത്വത്തെ ഏറെ കൈചേർത്ത് പിടിക്കുന്നു, നെഞ്ചോട് പിടിക്കുന്നു എന്നുള്ളതാണ് പഠനത്തിനോടൊപ്പം പാഠ്യേതരത്തിന് ഇത്രമാത്രം ഭംഗിയുണ്ടാകുന്നത്. നമ്മളെ സംബന്ധിച്ച് കോളേജിൽ വന്ന് പോകുക, പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് നമ്മുടെ സഹവർത്തിതരായ നമ്മുടെ പ്രിയപ്പെട്ടവരായ അത്യാവശ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് ജീവനോപാധിയുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൻ്റെ വഴിമുട്ടി നിൽക്കുന്ന ചില അംഗങ്ങളെ കൃത്യമായി അർഹതയുള്ള അംഗങ്ങളെ കണ്ടുപിടിച്ച് അവരിലേക്ക് ആനുകൂല്യം എത്തിക്കുവാൻ പ്രിയപ്പെട്ട സ്കൗട്ട്സിൻ്റെയും ഗൈഡ്സിൻ്റെയും ടീച്ചേഴ്സും അതോടൊപ്പം തന്നെ കുട്ടികളും വളരെ തൽപരരാണെന്നുള്ളതാണ്. അതിന് നേതൃത്വം കൊടുക്കുവാനായി ജെയിൻ ജോയിയെ പോലെയുള്ള ആളുകൾ വളരെ ആത്മാർത്ഥമായി ഇവിടെ എത്തിച്ചേർന്നു. ജെയിൻ ജോയി ഇവിടെ വന്നത് ഒരു സുപ്രഭാതത്തിൽ വന്ന ആളല്ല. ഇവിടുത്തെ 3ാമത്തെ കമ്പ്യൂട്ടർ സയൻസ് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥിയാണ്. അപ്പോൾ അദ്ദേഹം ഇന്ന് ഒരു പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആൾ, ജനപ്രതിനിധിയായ ആൾ. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം പഠിച്ചിരുന്നതായ സ്കൂളിനെ ഏറെ കരുതലോടെ ആ സ്കൂളിൻ്റെ നാമകരണത്തിൽ 2 പേർക്ക് അർഹതയുള്ളവർക്ക് ജീവനോപാധിയായി നൽകുവാൻ ഇന്ന് 2 തയ്യൽ മെഷീൻ നൽകുക എന്ന് പറയുമ്പോൾ നമ്മളിലേക്ക് തീർച്ചയായും ഒരു പാഠമാണ് എത്തിച്ചു തരുന്നത്. നമ്മളിലും ചില ഉത്തരവാദിത്തങ്ങൾ ഇതേ സാഹചര്യങ്ങളിൽ നമ്മൾ വളർന്നു വരുമ്പോൾ ഉണ്ടാവണം എന്നുള്ളതിൻ്റെ ഒരു ചൂണ്ടുപലകയാണ് നമ്മളിലേക്ക് ഇപ്പോൾ ചൂണ്ടുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്പോൾ 16, 17, 18 വയസ്സുള്ള പ്രിയപ്പെട്ട കുട്ടികൾ, നമ്മൾ അടുത്തത് ബിരുദാനന്തര ബിരുദമായി, നാളെ ജോലിയായി,
അത് വിവിധ മേഖലകളിൽ IAS ആവാം, IPS ആകാം, IFS ആകാം, മെഡിക്കൽ ആവാം, എഞ്ചിനീയറിംഗ് ആവാം, അങ്ങനെ IT മേഖലയടക്കം വിവിധ മേഖലകളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ സഹപാഠികൾക്ക്, നമ്മുടെ മറ്റ് വിവിധ സ്റ്റേജസിൽ നമുക്ക് നിൽക്കുന്ന ആളുകൾ നമ്മളോടൊപ്പം വളർന്നു ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മളെ സംബന്ധിച്ച് ഈ സെക്കൻഡറായിട്ട് പഠിക്കുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടി പഠിക്കാൻ, അഭിന്നതിക്ക് വേണ്ടി വിദ്യ അഭ്യസിക്കുവാൻ വേണ്ടി വന്നവരാണ്. നമ്മളെ സംബന്ധിച്ചുള്ള മാതൃകയുള്ള കുഞ്ഞുങ്ങളായി, മാതൃകയുള്ള തലമുറയായി നമുക്ക് വളരുവാൻ കഴിയട്ടെ. തീർച്ചയായും നിങ്ങൾക്ക് നല്ല പാഠങ്ങൾ, നല്ല അനുഭവങ്ങൾ ഈ സ്കൂളിൽ നിന്ന് ലഭിക്കും. ഏറ്റവും മികച്ച സരസ്വതി നിലയമാണ് കൊട്ടാരക്കരയിലേത് സെന്റ് ഗ്രിഗോറിയോസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് നമ്മളിലൂടെ മറ്റുള്ളവർക്ക് അറിയുവാൻ, നമ്മുടെ പ്രവർത്തനങ്ങൾ നോക്കി വീക്ഷിക്കുന്ന മാതാപിതാക്കൾക്ക്, അയൽക്കാർക്കൊക്കെ ഉണ്ടാകുവാൻ കഴിയുന്ന രീതിയിൽ ഒരു നല്ല ഒരു തൂവൽ കൂടി നമുക്ക് തുന്നിച്ചേർത്ത് സെന്റ് ഗ്രിഗോറിയസ് കോളേജിന്റെ വാതിൽ നിന്ന് വിദ്യാഭ്യാസത്തിന്റെ അഭ്യുന്നതിയിൽ നിന്നുകൊണ്ട്, ഉന്നതിയിൽ നിന്നുകൊണ്ട് നമുക്ക് വേണം ഇവിടെ നിന്ന് വിട പറയാൻ. അപ്പോൾ നല്ല അനുഭവങ്ങളും മാതൃകകളും ഇന്ന് ഇവിടെ ചെയ്യുന്ന ഇത്രമുള്ളതായ ജീവകാരുണ്യങ്ങളും ജീവിതത്തിൽ നല്ല പാഠമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമായ ഭാവവും ഈ ഇന്നത്തെ ജീവകാരുണ്യ പ്രവർത്തനമായ ജീവനോപാധിക്ക് നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Our playback singer, Marcos sir, our PTA president Sajid sir, our principal Eddie Daniel sir, then our former student and our beloved Jane Joy, dear teachers. ഇവിടെ നമ്മുടെ സംവിധാനത്തിൽ നമ്മുടെ അടുത്ത് വന്ന നമ്മുടെ സ്നേഹോപകാരം സ്വീകരിച്ച നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, കുഞ്ഞുങ്ങളെ, മറ്റ് വന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളും, നന്ദി എന്ന് പറയുന്ന സെക്ഷനിലേക്കാണ് എത്തിച്ചേർന്നത്. നന്ദി പറയാൻ തുടങ്ങുന്നതിന് ഒരു മിനിറ്റ് മുമ്പേ നമ്മുടെ ഈ പ്രോഗ്രാം ഇത്രയും ഭംഗിയാക്കാൻ കാരണം നമുക്ക് ഇന്ന് ഇവിടെ വന്ന് നമ്മളെ അനുഗ്രഹിച്ച നമ്മുടെ മാർക്കോസ് സാറാണ്. പക്ഷെ ഇപ്പം ഞാൻ ക്ലാസ്സിൽ നിന്നപ്പോൾ എന്റെ കുട്ടികൾ എന്നോട് ചോദിച്ചു, ടീച്ചറെ ആരാ വരുന്നത്? അപ്പൊ ഞാൻ കുട്ടികളോട് പറഞ്ഞു, നമ്മുടെ ഒരു പ്ലേബാക്ക് സിംഗറാണ്, ക്രിസ്ത്യൻ ഡിവോഷൻ സോങ്സ് ആണ് ഒത്തിരി പാടുന്നത്. അപ്പൊ അതാരാ ടീച്ചറെ? ഞാൻ പറഞ്ഞു മാർക്കോസ് സാർ കൊല്ലംകാരനായിരുന്നു, സാറിപ്പം വേറെ എറണാകുളത്താണ് താമസം എന്നൊക്കെ പറഞ്ഞപ്പം ഏത് പാട്ടാണ് ടീച്ചറെ പാടുന്നത്? ഞാൻ പറഞ്ഞു നമ്മളുടെ എല്ലാ ദേവാലയങ്ങളിൽ ക്രിസ്മസ് പ്രോഗ്രാം ആവട്ടെ, പള്ളി പെരുന്നാളുകളാവട്ടെ, ഏതിനും റെക്കോർഡ് ചെയ്യുമ്പോൾ ആദ്യം കേൾക്കുന്നത് നമുക്ക് പരിചിതമായിരുന്നു അല്ലേ? നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, പള്ളിയിലൊക്കെ എന്നും കേൾക്കുന്ന, റെക്കോർഡ് എടുക്കുമ്പോൾ കേൾക്കുന്ന പാട്ടായിരുന്നു. ഞങ്ങളിവിടെ പഴയ പല അധ്യാപകരുടെയും കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് ഇവിടെ റേഡിയോയിലായിരുന്നു അന്ന് കൂടുതൽ. അപ്പൊ റേഡിയോ ഉണ്ടായിരുന്ന സമയത്ത് ചലച്ചിത്രഗാനം, അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഈ കാര്യങ്ങളൊന്നും അറിയാത്തത്. നിങ്ങളോട് ചോദിച്ചപ്പോൾ പ്രേമലു എന്നുള്ളൊരു സിനിമയ്ക്കകത്ത് പാടിയെന്ന് അറിഞ്ഞപ്പോഴാണ് നിങ്ങൾ ചില്ലായത് അല്ലേ? പ്രേമലു എന്നുള്ള സിനിമയിൽ പാടി. പക്ഷെ മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട് എന്നുള്ള പാട്ട് കേൾക്കുന്നത് നല്ല സുപരിചിതമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ റേഡിയോയില് സ്ഥിരം കേൾക്കും ഈ ഇന്ന ഗാനം പാടുന്നത് മാർക്കോസ്, ഒപ്പം ഡെലിമ എന്ന് പറഞ്ഞിട്ട് ഒരു സിംഗർ കൂടെ ഉണ്ടായിരുന്നു. ശരിയല്ലേ? ഇവര് രണ്ടുപേരും അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ അടങ്ങുന്ന ഒരു പാട്ട് ഞങ്ങളുടെ ഉച്ചയ്ക്കത്തെയൊക്കെ ഇന്ന് ഞായറാഴ്ച ദിവസത്തെ 1 മണിക്കൂറത്തെ ചലച്ചിത്രഗാനമുണ്ട്. അത് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഞങ്ങൾക്കൊരു ആശ്വാസമായിരുന്നു. TV ഒന്നും ആദ്യം അങ്ങോട്ട് പ്രചാരത്തിലായിട്ടില്ല. പിന്നീടൊക്കെയാണ് ഞങ്ങളൊരു ഹൈസ്കൂളൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെയൊക്കെ വീടുകളിൽ TV ഒക്കെ ആയിക്കോട്ടെ. അപ്പൊ ആ സമയങ്ങളിൽ നമ്മുടെ എല്ലാ വീടുകളിൽ എല്ലാവരുടെയും മനസ്സിന് സ്വാതന്ത്ര്യമായിരുന്ന ചലച്ചിത്ര പിന്നണി ഗായകനെയാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് നമ്മളുടെ ജെയിൻ ജോയും നമ്മളുടെ NSS യൂണിറ്റും സ്കൗട്ട് യൂണിറ്റും നമ്മുടെ പ്രിൻസിപ്പലും ചേർന്ന് നിങ്ങളുടെ മുമ്പിൽ, നമ്മുടെ PTA ചേർന്ന് നിങ്ങളുടെ മുമ്പിൽ ഇത് അവതരിപ്പിച്ചത്. ഇപ്പൊ ഇനി നിങ്ങൾ ഒരു കാലത്തും നിങ്ങൾ ഈ പാട്ടുകൾ മറക്കില്ല, ഈ ഗായകനെ നിങ്ങൾ മറക്കില്ല. അതുകൊണ്ട് ആദ്യം എന്റെ കർത്തവ്യത്തിൽ നന്ദി പറയുക എന്നുള്ളത് പ്രിയപ്പെട്ട മാർക്കോസ് സാറിനാണ്, നമ്മുടെ പ്രിയങ്കരനായ സാറിന് ഇവിടെ വരെ വന്ന് നമ്മുടെ ഈ ചടങ്ങ് സംബന്ധിച്ച നമ്മുടെ പ്രിയപ്പെട്ട സാറിന്, ഒപ്പം ഇന്ന് ഓർത്തഡോക്സ് സഭയുടെ പേരിൽ ഇന്ന് അവാർഡ് കിട്ടിയ അതിലൂടെ ഞങ്ങളുടെ സ്കൂളിന്റെ അഭിനന്ദനങ്ങളും ആവശ്യപ്പെടുന്നു.
നമ്മുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയുടെ പേര് ഇവിടെ പറഞ്ഞു, നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് പരിചയമുള്ള ജെയിൻ ജോയ്. നിങ്ങൾക്കൊരു പ്രചോദനമാവണം ഇത്. ജെയിൻ പറഞ്ഞതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് നമ്മളെ പഠിക്കുന്ന, ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഇത്രയും നല്ലൊരു പാട്ടുകാരനായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് അറിവായത്. ഇത്രയും അന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റികളൊന്നും ജെയിൻ പാടത്തില്ല, പക്ഷെ ഇപ്പം അത് എത്രയോ പാട്ടുകൾ ജെയിൻ അത് കമ്പോസ് ചെയ്തു എന്ന് മനസ്സിലായപ്പോൾ അതിലും അഭിമാനം തോന്നി. വരുന്ന തെരഞ്ഞെടുപ്പിലും അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മുടെ സമൂഹത്തെ സേവിക്കാൻ, നമ്മുടെ ജനങ്ങളെ കരുതാൻ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നേതൃത്വത്തിലേക്ക് വരട്ടെ എന്നും ഈ സ്കൂളിന്റെ പ്രത്യേക ആശംസകൾ നേർന്നു, ഒപ്പം നന്ദി അറിയിച്ചുകൊണ്ടു. ഇനി നമ്മുടെ പ്രസിഡന്റ് സജീവ് സാർ ഇത്രയും തിരക്കിൽ നമ്മുടെ ഇടയിൽ വന്നത്, സജീവ് സാറിന്റെ വൈഫും ഇവിടെ വന്നിട്ടുണ്ട്. സാറും വൈഫും കൂടാണ് ഇനി നമ്മുടെ ചടങ്ങിൽ എത്തിയിരിക്കുന്നത്. വളരെ സന്തോഷം. മാഡത്തിനെ ഇവിടേക്ക് ഞങ്ങളുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഒപ്പം ഏത് കാര്യത്തിലും സജീവമായിട്ട് നമ്മളോട് നിൽക്കുന്ന നമ്മുടെ PTA പ്രസിഡന്റിന് ഈ ചടങ്ങിന്റെ പേരിലും നമ്മുടെ സ്കൂളിന്റെ പേരിലുള്ള എല്ലാ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ പ്രിയങ്കരനായ പ്രിൻസിപ്പൽ എബി സാറ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് കൊണ്ടും സാറിന് നമ്മൾ മക്കൾ സാറിനെ കൊണ്ടുവരണം എന്ന് തീരുമാനമെടുത്തത് കൊണ്ടും നമുക്കിങ്ങനെ നല്ല അനുഗ്രഹീതമായ ഒരു ചടങ്ങുണ്ടായി. ഈ സ്കൂളിന്റെ ഏത് കാര്യത്തിലും ഒരു പോസിറ്റീവ് വൈബോടെ കുട്ടികളുടെ ഇടയിൽ നിൽക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ പ്രിൻസിപ്പൽ നമ്മുടെ എബി ഡാനിയൽ സാറിന് ഈ സ്കൂളിന്റെ ഈ ചടങ്ങിന്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു.